അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഏക കാഴ്ചക്കാർ വാദിക്കുന്നത് ധാരാളം പണ്ഡിതന്മാർ ഒറ്റ കാഴ്ചയെ അനുകൂലിക്കുന്നു എന്നതാണ്. പ്രാദേശിക കാഴ്ചയെ അനുകൂലിക്കുന്നവർ ന്യൂനപക്ഷമെന്നും ആരോപിക്കുന്നു. ഇതിന്റെ വസ്തുത എന്ത്? പ്രമാണം സ്വീകരിക്കാൻ ഭൂരിപക്ഷമെന്നും ന്യൂനപക്ഷമെന്നും ഇസ്ലാമിൽ വല്ല നിബന്ധനയോ തെളിവോ ഉണ്ടോ എന്നാണ് ചോദ്യം. ഇവിടെ നാം ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളുടെയും പണ്ഡിതന്മാരുടെയും നിലപാട് ഒരു പ്രമാണമല്ല. തീർച്ചയായും ഒരു വീക്ഷണത്തോട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ യോജിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബലം തന്നെയാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ജുംഹൂറിന്റെ വീക്ഷണമാണ്, ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാടാണ് പ്രമാണം എന്ന് തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം ജുംഹൂറിന്റെ നിലപാട് ഇജ്മാ അല്ല, ഇജ്മാ സ്ഥിരപ്പെട്ടതാണെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ പ്രമാണമാകുന്നു. അങ്ങനെയല്ല ജുംഹൂറിന്റെ വീക്ഷണം. അത് മാത്രമല്ല, സത്യവും അസത്യവും ഹക്കും ബാത്തിലും പരസ്പരം വിവേചിച്ച് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ജുംഹൂറിന്റെ നിലപാടല്ല. അതുകൊണ്ട് തന്നെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാടിനോട് വിയോജിക്കാം എന്ന് പല പണ്ഡിതന്മാരും പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ ഇവിടെ നിങ്ങൾ കാണുന്നത് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച സാദുൽ മആദ് ഫീ ഹദി ഖൈറിൽ ഇബാദ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. ഇതിന്റെ 5-ാം വാള്യം 335-ാമത്തെ പേജിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹി ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, വമൻ തഅമ്മല മദാഹിബൽ ഉലമാഇ ഖദീമൻ വഹദീസൻ മിൻ അഹ്ദി الصحابة وإلى الآن واستقرأ أقوالهم وجدهم مجمعين على تسويغ خلاف الجمهور. സഹാബികളുടെ കാലം മുതൽ ഇന്ന് വരെയുള്ള പണ്ഡിതന്മാരുടെ വ്യത്യസ്ത മദ്ഹബുകളിൽ ചിന്തിക്കുകയാണെങ്കിൽ, പൗരാണികരാകട്ടെ ആധുനികരാകട്ടെ, അവരുടെ അഭിപ്രായങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്താൽ വസ്തഖറ അഖ്വാലഹും വജദഹും മുജ്മിഈന അലാ തസ്വീഗ് ഖിലാഫിൽ ജുംഹൂർ, അതായത് ജുംഹൂറിന്റെ നിലപാടിനോട് വിയോജിക്കാം എന്ന വിഷയത്തിൽ അവരെല്ലാവരും ഏകോപിച്ചിരിക്കുന്നു. അപ്പൊ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ജുംഹൂറിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാടിനോട് വിയോജിക്കുക എന്നത് പണ്ഡിതന്മാരെല്ലാവരും ഏകോപിച്ച വിഷയമാണെന്ന് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് സാദുൽ മആദിൽ രേഖപ്പെടുത്തി. അത് മാത്രമല്ല, ജുംഹൂറിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ പിൻബലം ചില മസലകൾക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നാം പരിശോധിക്കേണ്ടതാണ്. അത് എത്രത്തോളം സൂക്ഷ്മമായ ഒരു പ്രയോഗമാണെന്ന് നാം മനസ്സിലാക്കണം. കാരണം പല വിഷയങ്ങളിലും മസലകളിലും ബഹുഭൂരിപക്ഷത്തിന്റെ പിൻബലമുണ്ടെന്ന് പറയപ്പെടുന്നു. നാം സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതായത് സ്വഹാബികളുടെയും താബിഈങ്ങളുടെയും കാലഘട്ടത്തിന് ശേഷം വ്യത്യസ്ത മദ്ഹബുകളിലുള്ള ഫുഖഹാക്കളുടെ ബഹുഭൂരിപക്ഷം എന്നായിരിക്കും പലപ്പോഴും അതിന്റെ അർത്ഥം. ഇതിന് പല ഉദാഹരണങ്ങളുമുണ്ട്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, മരിച്ചവർക്ക് ഖുർആൻ പാരായണം ചെയ്യുക, എന്നിട്ട് അതിന്റെ പ്രതിഫലം ഇഹ്ദാ ചെയ്യുക എന്ന മസല, എത്ര പണ്ഡിതന്മാരാണ് ഈ മസല വിശദീകരിക്കുമ്പോൾ ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യുക, എന്നിട്ട് അതിന്റെ സവാബ് ഇഹ്ദാ ചെയ്യാൻ പറ്റും, അത് ജായിസാകുന്നു എന്നാണ് ജുംഹൂറിന്റെ ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാട് എന്ന് എത്ര പണ്ഡിതന്മാരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ നാം സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞാൽ സെലഫിലേക്ക് ഈ ഒരു വിഷയം മടക്കുകയാണെങ്കിൽ സെലഫിന്റെ മാതൃക എന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി വിശദീകരിച്ചില്ലേ? അതായത് മരിച്ചവർക്ക് ഖുർആൻ പാരായണം ചെയ്യുകയും എന്നിട്ട് അതിന്റെ പ്രതിഫലം ഇഹ്ദാ ചെയ്യുക എന്നത് സെലഫിന്റെ ചര്യയിൽ പെട്ടതല്ല എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി. അപ്രകാരം നാം പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ഈ വിഷയത്തിൽ, ഈ മാസപ്പിറവിയുടെ വിഷയത്തിൽ നമ്മുടെ പൂർവികരായ സെലഫിന്റെ നിലപാട് എന്താണ്? സെലഫിൽപ്പെട്ട ബഹുഭൂരിപക്ഷത്തിന്റെ നിലപാട് എന്താണെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ പലപ്പോഴും ബഹുഭൂരിപക്ഷം പറയുമ്പോൾ പിൽക്കാലങ്ങളിൽ വന്ന മദ്ഹബുകളിൽപ്പെട്ട ഫുഖഹാക്കളുടെ ബഹുഭൂരിപക്ഷം എന്നാണ് അർത്ഥം. എന്നാൽ നമ്മുടെ പൂർവികരായ സഹാബികളിലേക്കും താബിഈങ്ങളിലേക്കും ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മടക്കുമ്പോൾ ആരുടെ അഭിപ്രായത്തിനാണ് ബഹുഭൂരിപക്ഷത്തിന്റെ പിൻബലമുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, കഴിഞ്ഞ അവസരത്തിൽ നാം ഉദ്ധരിച്ചതാണ് മഹാനായ അൽ ഹാഫിദ് ഇബ്നു അബ്ദുൽ ബറിന്റെ ഇബാറത്ത്. ഇമാം മാലിക്കിന്റെ മുവത്തഇന് പല ശർഹുകളുമുണ്ട്. അവയിൽ ഏറ്റവും പ്രബലമായ ശർഹാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ രചിച്ച അത്ത്-തംഹീദ് എന്ന കിതാബ്. അതിൽ പറഞ്ഞല്ലോ, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച ഈ നിലപാട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം ഇബ്നു അബ്ബാസ് സ്വീകരിച്ച ഈ നിലപാട് ലാ മുഖാലിഫ ലഹു മിനസ് സഹാബ, സഹാബികളിൽ ആരും ഇബ്നു അബ്ബാസിനോട് വിയോജിച്ചിട്ടില്ല, എതിർത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ മറ്റു സഹാബികളൊക്കെ ഇബ്നു അബ്ബാസിന്റെ ഈ നിലപാടിനോട് യോജിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, പൂർവികരായ പല പണ്ഡിതന്മാരും ഈ ഒരു വിഷയത്തിൽ അഭിപ്രായം ഉദ്ധരിച്ചപ്പോൾ അഹ്ലുൽ ഇൽമിന്റെ അഭിപ്രായമായിട്ട് ഉദ്ധരിച്ചത് ഏത് വിഷയത്തിലാണ്? പ്രാദേശിക കാഴ്ചയാണ് പരിഗണിക്കേണ്ടത്, ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട്, റുയത്തുണ്ട് എന്ന നിലപാടാണ് അഹ്ലുൽ ഇൽമിന്റെ നിലപാട് എന്ന് വ്യക്തമാക്കി തന്നെ ഇമാം തിർമിദി ഉദ്ധരിച്ച ആ ഇബാറത്ത് നാം കഴിഞ്ഞ അവസരത്തിൽ വായിച്ചതാണല്ലോ. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഖുറൈബ് റഹ്മഹുല്ലാഹ് ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ആ ഹദീസ്, അതിനുശേഷം ഇമാം തിർമിദി എന്തു പറഞ്ഞു? വൽ അമലു അലാ ഹാദൽ ഹദീസ് ഇൻദ അഹ്ലിൽ ഇൽമി അന്ന ലികുല്ലി ബലദിൻ റുയതഹും. ഈ ഹദീസ് പ്രകാരമാണ്, കണ്ടോ, ഇബ്നു അബ്ബാസിന്റെ ഇജ്തിഹാദ് പ്രകാരം എന്നല്ല, കേവലം ഒരു അസറിന്റെ അടിസ്ഥാനത്തിൽ എന്നല്ല, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് അഹ്ലുൽ ഇൽമ് പണ്ഡിതന്മാര് അമൽ ചെയ്തിട്ടുള്ളത്. എന്താണ് അവരുടെ അമല്? അന്ന ലികുല്ലി ബലദിൻ റുയതഹും, ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട്, മാസപ്പിറവിയുണ്ട്.
ഇതാണ് അഹ്ലുൽ ഇൽമിന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം സലഫിൽപ്പെട്ട അഹ്ലുൽ ഇൽമിന്റെയും നിലപാട് ഇപ്രകാരമാകുന്നു. ഇമാം തിർമിദി റഹിമഹുല്ലാ അഹ്ലുൽ ഇൽമിന്റെ പിൻബലമുണ്ട് എന്ന് പറഞ്ഞത് ഏത് വീക്ഷണത്തിനാണ്, അഭിപ്രായത്തിനാണ്? പ്രാദേശിക കാഴ്ചക്കാണ് അഹ്ലുൽ ഇൽമിന്റെ പിൻബലമുള്ളത്. അതാണ് അഹ്ലുൽ ഇൽമ് സ്വീകരിച്ച നിലപാട്. അപ്രകാരമാണ് അവർ അമൽ ചെയ്തിട്ടുള്ളത്. സഹോദരന്മാരെ, ഇവിടെ നിങ്ങൾ കാണുന്നത് ഷാഫിഈ മദ്ഹബിലെ പ്രസിദ്ധ പണ്ഡിതനായ ഇമാം ശിഹാബുദ്ദീൻ അദ്റഇയുടെ ഇമാം നവവിയുടെ മിൻഹാജിന്റെ പ്രസിദ്ധ ശർഹാണ് ഖൂത്തുൽ മുഹ്താജ് ഫി ശർഹിൽ മിൻഹാജ് എന്ന കിതാബ്. അതിന്റെ 1-ാം വാള്യം 466-ാമത്തെ പേജിൽ അവിടുന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ധരിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ലഅന്ന ഇബ്നു അബ്ബാസിൻ ലം യഅമൽ ബിൽ മദീനതി മിമ്മാ അഖ്ബറഹു ബിഹി ഖുറൈബുൻ മിന റുയതി ബിശ്ശാമി ഖബ്ലഹു ബിയൗം. അതായത് ഷാമിൽ മുആവിയ റളിയല്ലാഹു അൻഹു കണ്ട ആ ഒരു റുയത്ത്, ആ ഒരു മാസപ്പിറവിയെ മദീനയിലുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിഗണിക്കുകയോ അപ്രകാരം അമൽ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് അതിനുള്ള പിൻബലം എന്താണ്? വഖാല ഹാകദാ അമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്രകാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയത്, ഞങ്ങളെ കൽപ്പിച്ചത് ഇപ്രകാരമാകുന്നു എന്ന് പറഞ്ഞു. റവാഹു മുസ്ലിമുൻ. എന്നിട്ട് ഇമാം തിർമിദിയുടെ ആ ഒരു ഇബാറത്തിന്റെ ആശയം ഇമാം അദ്റഇ ഉദ്ധരിക്കുകയാണ്. ഖാല തിർമിദിയു വൽ അമലു അലൈഹി ഇൻദ അക്സരി അഹ്ലിൽ ഇൽം. അതായത് സലഫിൽപ്പെട്ട ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇപ്രകാരമാകുന്നു അമൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇമാം തിർമിദി റഹ്മഹുല്ലാ അവിടെ അഹ്ലുൽ ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ബഹുഭൂരിപക്ഷം സ്വഹാബികളും അതേപോലെ താബിഈങ്ങളും അത്ബാഉ താബിഈങ്ങളും ഒക്കെ സ്വീകരിച്ച നിലപാട് പ്രാദേശിക കാഴ്ചയാണെന്ന് വ്യക്തമായും ഇവിടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ടതാണ്, നമ്മുടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ സലഫിലേക്ക് മടക്കണം. സലഫിന്റെ നിലപാടാണ് എന്താണെന്ന് പരിശോധിക്കണം. പ്രമാണത്തിന്റെ പിൻബലം ഏത് വിഷയത്തിനാണെന്ന് പരിശോധിക്കണം. ഇവിടെ പ്രമാണം പറയുമ്പോൾ അത് ഹദീസല്ല, അത് അസറാണ്, ഇബ്നു അബ്ബാസിന്റെ ഇജ്തിഹാദ് ആണെന്നൊക്കെ പറയുന്നത് ശരിക്ക് ഉസൂലുൽ ഹദീസിനും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ നിലപാടിനും എതിരാണെന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.